സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയുടെ സീസൺ പുരോഗമിക്കുമ്പോൾ ഒന്നിനൊന്നും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെക്കുന്നത്. IPL മെഗാ താരലേലം അവസാനിച്ചതിന് ശേഷവും വെടിക്കെട്ട് പ്രകടനം നടത്തി ഇന്ത്യൻ സെലക്ടർമാരെയും ഫ്രാഞ്ചൈസി ഓണർമാരെയും ഞെട്ടിക്കുക തന്നെയാണ് താരങ്ങൾ ചെയ്യുന്നത്. സഞ്ജു സാംസൺ ഉൾപ്പെടെ ഇന്ത്യൻ T20 ടീമിലെ പ്രധാന താരങ്ങളെല്ലാം ഇത്തവണ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവസാന 5 അന്താരാഷ്ട്ര T20കളിൽ നിന്ന് 3 സെഞ്ചുറി നേടിയ സഞ്ജുവിന് സെയ്ദ് മുഷ്താഖ് അലിയിൽ അത്ര മികച്ചൊരു പ്രകടനം കേരളത്തിന് വേണ്ടി പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. സഞ്ജുവിന്റെ തളർച്ച മുതലാക്കി ഇഷൻ കിഷൻ കത്തിക്കയറുന്ന ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ഓരോ മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നത്. ജാർഖണ്ഡിനായി ഗ്രൂപ്പ് സിയിൽ നടന്ന മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി ഇഷൻ കിഷൻ ഏവരെയും വിസ്മയിപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. വെറും 23 പന്തുകളിൽ നിന്ന് 77 റൺസോടെയാണ് ഇഷൻ കിഷൻ പുറത്താവാതെ നിന്നത്. 5 ഫോറും 9 സിക്സറുകളും ഉൾപ്പെടുന്നതാണ് ഇഷന്റെ ഇന്നിംഗ്സ്. നിലവിൽ 20 പന്തിലധികം ഫേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന താരമെന്നുള്ള റെക്കോർഡ് ഇപ്പോൾ കിഷനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർ സ്ഥാനം നോട്ടപ്പെടുന്ന പ്രകടനമാണ് ഇഷൻ കിഷൻ നടത്തുന്നത്. സഞ്ജു സാംസൺ മികച്ച പ്രകടനം ഓപ്പണർ റോളിൽ നടത്തിയെങ്കിലും ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചെന്ന് പറയാനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മറ്റ് താരങ്ങൾക്ക് വളർന്നു വരാനുള്ള അവസരമാണ് നിലവിലുള്ളത്. ഓപ്പണിംഗിൽ വരാൻ കാത്തിരിക്കുന്ന നിരവധി താരങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും ഇഷൻ കിഷൻ ഇതിൽ ഒന്നാമത്തെ താരമാണ്. നേരത്തെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണർ റോളിൽ കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ഇഷൻ കിഷൻ. കടന്നാക്രമിച്ച് കളിക്കുന്ന ഇഷാൻ സഞ്ജുവിനേക്കാളും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുമുണ്ട്. കൂടുതലും അഗ്രസീവ് അപ്രോച്ചിലുള്ള ഷോട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇഷൻ കിഷൻ കാഴ്ചവെക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം തീർച്ചയായിട്ടും ഇഷൻ കിഷന് ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവിന് വഴിവെക്കുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ മുൻ താരമായ സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെടുന്നത്. T20യിൽ ഇന്ത്യ ഇഷൻ കിഷനെ പരിഗണിക്കണമെന്നും ഇവിടെ സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പണ്ട് മുതലേ സഞ്ജുവിനെ ഓപ്പോസിറ്റായി പറഞ്ഞുകൊണ്ടിരുന്ന സുനിൽ ഗവാസ്കർ ഇപ്പോൾ ഇൻഡയറക്റ്റായി സഞ്ജുവിനെ വീണ്ടും വിമർശിച്ചിരിക്കുകയാണ്. ഇത്തവണ ഹൈദരാബാദ് സൺറൈസേഴ്സിനൊപ്പമാണ് ഇഷൻ കിഷൻ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ട്രാവിസ് ഹെഡിന് പകരം അവരുടെ ഓപ്പണർ റോളിലേക്ക് ഇഷൻ കിഷനെ ടീം പരിഗണിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.